നമ്മുടെ വീട്ടിലൊക്കെ എന്താണ് പഠിക്കുന്ന പല പ്രായത്തിലുള്ള കുട്ടികളുണ്ടല്ലേ. അപ്പം നമുക്കറിയാം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുള്ളി റഷായിട്ട് ഒരുപാട് കുട്ടികളുള്ള വലിയ വലിയ സ്ട്രെങ്ത്തിലുള്ള ക്ലാസ്സസ് ആണ് ഇന്നത്തെ കാലത്ത് ഒരുപാടുള്ളത് അല്ലേ. ഇപ്പം എത്രത്തോളം ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിലും എന്താണ് ഏത് ടീച്ചർക്ക് അവരെ പേഴ്സണലി ഒരു അപ്രോച്ച് അല്ലെങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ നമ്മളെ മക്കൾക്ക് ചിലപ്പം കൊടുക്കാൻ വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നമ്മളെല്ലാവരും അധികം ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കുട്ടികളുടെ ഗ്രേഡിൽ അല്ലെങ്കിൽ മാർക്കിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. വളരെ വിസിബിളാണ് ഒരു നല്ലൊരു എല്ലാവിധ അറ്റൻഷനും കിട്ടിയിട്ട് വളരുന്ന കുട്ടിയും അതുപോലെ എല്ലാവരും ഇടയിൽ നിന്ന് വളരുന്ന കുട്ടിയും തമ്മിലുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ അവരുടെ മാർക്കിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. മാർക്ക് മാത്രമല്ല പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസിൽ ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ 1-to-1 ട്യൂഷൻ. അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ ഒരു 50 കുട്ടികൾ 60 കുട്ടികളെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നും അതെന്നൊക്കെ നമുക്കൊരു ഫ്രീ ഷെഡ്യൂളിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് കുട്ടി വീക്കായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു 1-to-1 ട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം പേഴ്സണലി അറ്റൻഷൻ കിട്ടാണ്ട് കുറച്ചൊരു ബാക്കിലേക്ക് നിൽക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സ്മൂത്ത് ആൻഡ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ. അതേപോലെ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട. കാരണം നന്നായിട്ട് എല്ലാവരെയും എല്ലാവിധ പ്രിപ്പറേഷൻസും കാര്യങ്ങളും കൊടുത്ത് എല്ലാവിധ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ മക്കൾക്ക് ഏത് സമയമാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് ആണ് ഞങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കുക. അതേപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പാരൻസിൻ്റെ ആയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം എല്ലാ പാരൻസിനും മക്കളുടെ പ്രോഗ്രസ് ടൈം ടു ടൈം ആയിട്ട് തന്നെ അറിയാൻ പറ്റും. കുട്ടിയുടെ ടെസ്റ്റിൻ്റെ മാർക്സ് അതുപോലെ കുട്ടീൻ്റെ പ്രോഗ്രസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ട് കുട്ടീനെ വീക്കായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിക്ക് പ്രോഗ്രസ് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റിൽ ഞങ്ങൾ ഏറ്റവും മാസ്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത് ഞങ്ങൾ ഗ്യാരണ്ടി തരുകയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്സ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. കാരണം അവർക്ക് ബേസിക്സിൻ്റെ ഒരു കുറവുണ്ടാവും അല്ലേ. ഇപ്പം നമുക്കറിയാം മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബേസിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ അതുപോലെ സോഷ്യൽ സയൻസ് ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം ബേസിക്സ് ക്ലിയർ ചെയ്തിട്ട് ആണ് ഞങ്ങൾ അല്ലെങ്കിൽ ബേസിക്സ് വേണം എന്നുള്ള കുട്ടിക്ക് ബേസിക്സ് തൊട്ടിട്ട് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഈ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നല്ല റിപ്പോർട്ടും നല്ല പ്രോഗ്രസ് ഉള്ള കുട്ടിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് കുട്ടിക്ക് ഇല്ലാണ്ടായിട്ടുള്ള ആ ഒരു കോൺഫിഡൻറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു വഴിയും കൂടിയാണത് അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ ഹെൽപ്പിംഗ് ഹാൻഡും ഞങ്ങളുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. പിന്നെ കുട്ടീൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളും പാരൻസിന് ഏറ്റവും കൂടുതൽ നമ്മളായിരിക്കും കോൺഷ്യസ് ആയിട്ടുണ്ടാവുക അല്ലേ. അപ്പം നിങ്ങൾക്ക് അവരുടെ എല്ലാവിധ പ്രോഗ്രസ്സും കാര്യങ്ങളും അറിയാനുള്ള ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി ആയിട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളുമായിട്ടും നമ്മൾ നല്ലൊരു ഇൻട്രാക്ഷൻ സെക്ഷന് ഞങ്ങൾ വഴിയൊരുക്കുന്നുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രസ്സും അതേപോലെ തന്നെ അവൻ്റെ സെൽഫ് കോൺഫിഡൻസിൽ അല്ലെങ്കിൽ ബിഹേവിയറിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ സമയം നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളിലൂടെ കൂടിയിട്ട് വളരുന്ന കുട്ടിക്ക് എപ്പോഴും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. സപ്പോർട്ടും അതേപോലെ തന്നെ ഹെൽപ്പിംഗ് ഹാൻഡും കൊടുത്തിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ എപ്പോഴും വിജയത്തിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ യു ക്യാൻ ബിലീവ് us. ആൻഡ് അതേപോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമ്മളുടെ മക്കൾ ഫ്യൂച്ചറിൽ സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കുറച്ച് ആക്ഷൻസ് അല്ലേ, നമ്മൾ ഈ ഒരു ചെറിയ മൂമെൻറ്റ്സ് ആണ് അവരെ വലിയൊരു സ്റ്റാർ ആക്കിയിട്ട് അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു പച്ചക്കൊടി നാട്ടുന്ന കുട്ടിയായിട്ട് വളർത്തുന്നത്. ഈ ഒരു 1-to-1 ട്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എൻക്വയറീസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് വി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു വിത്ത് എ ഹെൽപ്പിംഗ് ഹാൻഡ്. താങ്ക് യു സോ മച്ച്.